മനുഷ്യന്റെ ചെയ്തികളാണോ മൃഗങ്ങൾ കാടിറങ്ങുന്നതിന് കാരണം? മനുഷ്യന്റെ ചെയ്തികൾ തന്നെയാണ് മൃഗങ്ങൾ കാടിറങ്ങുന്നതിന് കാരണമെന്ന് പറയുമ്പോൾ മുഖമൊന്ന് ചുളിയുമെങ്കിലും അതുതന്നെയാണ് സത്യമെന്ന യാഥാർത്ഥ്യം ഓരോ മനുഷ്യനും പലപ്പോഴും മറക്കുകയാണ്. ഒരു വിഭാഗം ആളുകൾ ചെയ്തു കൂട്ടുന്ന തെറ്റായ പ്രവർത്തനങ്ങൾക്ക് പക്ഷെ ദുരിതം അനുഭവിക്കുന്നത് മറ്റൊരു വിഭാഗം ആളുകളാണ്. സാധാരണക്കാരായ ജനങ്ങൾ വെറും നിസ്സാരമെന്ന് തോന്നാവുന്ന തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അത് മൃഗങ്ങൾക്കും അവ നാട്ടിലിറങ്ങുന്നത് മൂലം മനുഷ്യർക്കും ഒരുപോലെ ദുരിതം വിതയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ സുഖലോലുപതയ്ക്കായി മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികളാണ് മൃഗങ്ങൾ കാടുവിട്ടിറങ്ങാനുള്ള മുഖ്യ കാരണമെന്ന് നിസ്സംശയം പറയാം. കാരണം കാടിറങ്ങി കൃഷി നശിപ്പിച്ചാൽ അത് കർഷകർക്ക് ദുരിതമാകുമെന്നോ, കർഷകൻ അവന്റെ ആയുസ് മുഴുവൻ കഷ്ടപ്പെട്ട് ചോര നീരാക്കി വിളയിച്ചെടുത്ത നാണ്യങ്ങളാണതെന്നോ, അത് നശിച്ചാൽ കർഷകൻ ആത്മഹത്യ ചെയ്യുമെന്നോ ചിന്തിക്കാനുള്ള ബോധം മൃഗങ്ങൾക്കില്ല. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും കഴിവുള്ളവനാണ് മനുഷ്യൻ. എന്നിട്ടും ഇതൊന്നും വകവയ്ക്കാതെ കാട് കയ്യേറി മൃഗങ്ങളോട് പോരാടുന്നു. ഇതിനിടയിൽ മനുഷ്യനും മൃഗങ്ങൾക്കും ഒരുപോലെ വില്ലനായി ചില സാഹചര്യങ്ങളിൽ കാലാവസ്ഥയും എത്താറുണ്ട്. കാലാവസ്ഥ പലപ്പോഴും മനുഷ്യനെ പ്രതിസ്ഥാനത്ത് നിർത്താറുമുണ്ട്. കാട്ടിലെ ജലക്ഷാമം കാരണം വെള്ളം കൂടി മുട്ടിയ നാൽക്കാലികൾ ഒരിറ്റ് വെള്ളത്തിനായി ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങുന്നു. അതിനും മനുഷ്യൻ തന്നെയാണ് കാരണം. മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിന് പകരം മരങ്ങൾ വെട്ടി നശിപ്പിക്കുകയാണ് ഭൂരിപക്ഷം ആളുകളും ചെയ്യുന്നത്. ഇതുമൂലം ഭൂമിയിലെ ജലസ്രോതസ്സുകൾ വറ്റി വരളുന്നു. തുടർന്ന് മനുഷ്യന് പോലും കുടിക്കാൻ വെള്ളമില്ലാതാകുമ്പോൾ താൽക്കാലിക ലാഭത്തിനായുള്ള പ്രവർത്തനങ്ങളിലൂടെ ഭൂഗർഭ ജലനിരപ്പ് താഴ്ത്തി മനുഷ്യൻ തന്നെ ഇവിടെയും പ്രതി. അതുപോലെ മനുഷ്യന്റെ മറ്റൊരു പ്രവൃത്തിയാണ് വനയാത്രകളും കാടുകയറിയുള്ള വിനോദസഞ്ചാരവും. ഇവ ഇന്ന് ഏറ്റവും വലിയ കച്ചവടമാണ്. വനങ്ങളെയും വന്യജീവികളെയും പവിത്രമായി കാണുന്ന വളരെ ചെറിയൊരു വിഭാഗവും അവയ്ക്ക് നിരന്തരം ശല്യം മാത്രം സൃഷ്ടിക്കുന്ന ബഹുഭൂരിപക്ഷവുമാണ് ഇതിനായി കാടുകയറുന്നത്. മനുഷ്യന്റെ വിനോദത്തിനായി അപ്പോഴും ബലിയാടാകുന്നത് മൃഗങ്ങൾ തന്നെ. പ്രകൃതിയുടെ ഭാഗമാണ് മനുഷ്യനും മൃഗങ്ങളും. മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതോടൊപ്പം പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിൽ മനുഷ്യൻ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രവർത്തനമാണ് പാറ പൊട്ടിക്കൽ. അതും മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് കാരണമാകുന്നു. സ്ഫോടന ശബ്ദവും പാറ പൊട്ടിക്കൽ കൊണ്ടുണ്ടാകുന്ന മലിനീകരണവും ചിതറിത്തെറിക്കുന്ന പാറ കഷ്ണങ്ങളും വെടിമരുന്നിന്റെ ഗന്ധവുമൊക്കെ വന്യജീവികളുടെ സമനില വരെ തെറ്റാനിടയുണ്ട്. അതുപോലെ മൃഗങ്ങൾക്ക് ആവശ്യമായ ചില മൈക്രോ മാക്രോ പോഷകാംശങ്ങളുണ്ട്. അത് കിട്ടുന്ന ഭക്ഷണം കഴിക്കാനുള്ള ജൈവിക ത്വരയും മൃഗങ്ങൾക്കുണ്ട്. ഈ സമയം വനപ്രദേശങ്ങളോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ മനുഷ്യൻ കൃത്രിമ വളങ്ങളും പോഷകാംശങ്ങളും നൽകി വളർത്തുന്ന കൃഷികളിൽ പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽസ്യം പോലെയുള്ള പോഷകാംശങ്ങൾ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതും മൃഗങ്ങളെ കാടിറങ്ങാൻ പ്രേരിപ്പിക്കുന്നു. ഇത്രയൊക്കെ കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നിസ്സംശയം പറയാൻ സാധിക്കും മൃഗങ്ങൾ കാടിറങ്ങുന്നതിന് മനുഷ്യൻ തന്നെയാണ് കാരണമെന്ന്. അങ്ങനെയെങ്കിൽ മനുഷ്യനും ജീവിക്കണ്ടേ? കൃഷി ചെയ്യാതെ മനുഷ്യൻ എങ്ങനെ ജീവിക്കും?